പരിശുദ്ധരും കരം വീശി വീശി മോദാൻ ചേർന്നു സ്വാഗതം ചെയ്തിടും. കരം വീശി വീശി മോദാൻ ചേർന്നു സ്വാഗതം ചെയ്തിടും. മാലാഖജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സ്വഭവനേ. മാലാഖജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സ്വഭവനേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എന്തോ പ്രകാശിതം എന്തോ പ്രശോഭിതം എന്തോ പ്രകാശിതം എന്തോ പ്രശോഭിതം. ഹല്ലേലൂയ പാടും ശുദ്ധരേവം ആലയം പൂരിതം. ഹല്ലേലൂയ പാടും ശുദ്ധരേവം ആലയം പൂരിതം. ജ്ഞാനം പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. ജ്ഞാനം പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ദൂരെ മേഘപാളി ദൂരെ താരപഥ വീജിയിൽ. ദൂരെ മേഘപാളി ദൂരെ താരപഥ വീജിയിൽ. ദൂതവൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. ദൂതവൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? 6 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആദിമ ക്രൈസ്തവ പിതാക്കന്മാരുടെ വിശ്വാസമാണതെല്ലാം. എന്താണ് ആ വിശ്വാസം? എബ്രായലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യരൊക്കെ നിയമിച്ചിരിക്കയാൽ ഒരിക്കൽ മരണമുണ്ട്, മരണശേഷം പുനരുത്ഥാനമുണ്ട്, അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം ഒന്നുകിൽ സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട്.
അതെല്ലാവർക്കും ഉള്ളതാണിതെല്ലാം. രണ്ടാമത്, ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ പഠിപ്പിക്കുന്നതും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധ്യമല്ലാത്തതിനെ സാധ്യമാക്കാൻ മനുഷ്യരായി നമുക്ക് ബലഹീനതകളുണ്ട്. അവൻ ജഡമാണ്, ജഡമയനാണ്, ജഡത്തിന് ബലഹീനതകളുണ്ട്. ആ ബലഹീനതയുള്ള മനുഷ്യന് പാപം കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ചെയ്തുപോയ പാപത്തിന് പരിഹാരം വരുത്താനും കഴിയില്ല. അത് ക്ഷമിച്ചു കിട്ടാനുള്ള വഴികളും മനുഷ്യനില്ല. മനുഷ്യൻ്റെ ബലഹീനത നിമിത്തം ദൈവരാജ്യത്തിൽ പോകാൻ മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. അങ്ങനെയുള്ളതായ ബലഹീന മനുഷ്യരായി നമുക്ക് ദൈവരാജ്യത്തിൽ പോകുവാനും നമ്മുടെ പാപം ക്ഷമിച്ചു തരുവാനും നമുക്ക് പാപം കൂടാതെ ജീവിക്കുവാനും വേണ്ടി ജീവനുള്ള ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം നമുക്ക് പാപമോചനമുണ്ട്. നമുക്ക് പാപം കൂടാതെ ജീവിക്കാനുള്ള ശക്തിയും അതിലുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. മൂന്നാമത്, എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:28 വായിക്കാം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും. ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നു, അത് ഞങ്ങൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. കർത്താവായ യേശുവിന് വേണ്ടി അവൻ രണ്ടാമത് വരുമ്പോൾ ഒരുങ്ങുന്നവർ, അവനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരും. കർത്താവായ യേശു രണ്ടാമത് വരും. അത് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അടുത്തത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യം നമുക്ക് വായിച്ച് നോക്കാം. യോഹന്നാൻ 14:2-3 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. എന്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്? ആ സത്യം നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഇതിനോട് ചേർന്ന് വരാനുള്ളതായ പൂർണ്ണമായൊരു ഉത്സാഹം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. 14:2-3 വാക്യം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, അത് മാത്രമേ ഞങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. സ്വർഗത്തിൽ അനേക ഭവനങ്ങൾ, വാസസ്ഥലങ്ങളുണ്ട്. മനുഷ്യൻ മരണം കഴിഞ്ഞ് ദൈവരാജ്യത്തിൽ എത്തണം. അവിടെ എത്തുമ്പോൾ അവന് പാർക്കാനുള്ള പാർപ്പിടം അവിടെയുണ്ട്. ആ പാർപ്പിടത്തിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ലോകത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു വീണ്ടും ലോകത്തിലേക്ക് വരും. അതും ഞങ്ങൾ പഠിപ്പിക്കുന്നു. അടുത്തതായ കാര്യം, ആത്മീയ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ആത്മീയ രംഗത്ത് വേല ചെയ്യുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യം. ആത്മീയ രംഗത്ത് പലതരത്തിലുള്ള വേലകളുണ്ട്, ശുശ്രൂഷകളുണ്ട്, പലതരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില അഭിഷേകം പ്രാപിച്ച് ചെയ്യുന്നവരുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്, അനേക തരത്തിലുള്ള ദൈവവേല ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവനെ കുറിച്ച് അവൻ എപ്രകാരമുള്ളവനായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നു. അതൊരു മുന്നറിയിപ്പിൻ്റെ വചനമാണ്. അത് നിങ്ങളും കേട്ടുകൊള്ളുക. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പ്രിയപ്പെട്ടവരെ, അനേകർ പറയും, ഞങ്ങൾ ദൈവവേല ചെയ്തു, ഞങ്ങൾ വീര്യങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു, വലിയ വലിയ കൺവെൻഷനുകൾ നടത്തി, ഞങ്ങൾ അനേക കൂട്ടായ്മകൾ നടത്തി, പലതുമൊക്കെ പലരും പറയും. പക്ഷേ കർത്താവായ യേശു ഒരു കാര്യം പറഞ്ഞു, 23-ാമത്തെ വാക്യം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അത് ഞങ്ങൾ പരസ്യമായി തന്നെ പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് മുന്നറിയിപ്പ് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ട് പോകുവിനെന്ന് ഒടുക്കത്തെ നാളിൽ ദൈവത്തിൻ്റെ വേലക്കാരനോട് പറയുന്നവനായ ഒരു യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്.
ആ കർത്താവിൻ്റെ മുന്നറിയിപ്പിൻ്റെ മുമ്പിൽ ഞങ്ങളും പരിഭ്രമത്തോടെയാണ് ഈ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒടുക്കത്തെ നാളിൽ ദൈവവേലക്കാരനോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവന് എന്നെ വിട്ട് പോകുവിനെന്നുള്ളതായ ഒരു വാക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ഇനി ഞങ്ങൾ ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നു. പണമില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, പുറകിൽ ബിസിനസ്സുകാരില്ലെങ്കിലും, സാമ്പത്തികമായി യാതൊരു ഒത്താശയ്ക്കും ആരുമില്ലെങ്കിലും ദൈവത്തിൻ്റെ വേല നടക്കും, ക്രൈസ്തവ കൂട്ടായ്മകൾ നടക്കും. പക്ഷേ വിശുദ്ധന്മാരില്ലെങ്കിൽ ക്രൈസ്തവ കൂട്ടായ്മകളും ക്രൈസ്തവ സഭകളും നിഷ്പ്രഭമായി പോകും. വിശുദ്ധന്മാരില്ലെങ്കിൽ ക്രൈസ്തവ സഭകളും ക്രൈസ്തവ കൂട്ടായ്മകളും നിഷ്പ്രഭമായി പോകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ കാര്യം മാത്രം പഠിപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയറിയുന്ന, ആ കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അറിയുന്നതായ ഒരു വിശുദ്ധന്മാരുടെ കൂട്ടം എല്ലാ സഭകളിൽ നിന്നും എല്ലാ തുറകളിൽ നിന്നുള്ളതായ ഒരു കൂട്ടം എഴുന്നേറ്റ് വരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മരണഭയം മാറ്റിയെടുക്കുക? എങ്ങനെയാണ് രോഗഭയം മാറിപ്പോകുക? രോഗം വരാതിരുന്നാൽ രോഗഭയം മാറുമോ? രോഗം വരാതിരുന്നാലും രോഗഭയം മനുഷ്യനെ ബാധിക്കും. എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളതായ ഭയം മാറിപ്പോകുന്നത്? എങ്ങനെയാണ് മദ്യപാനത്തെ ജയിക്കുന്നത്? എങ്ങനെയാണ് ആസക്തികളെ ജയിക്കുന്നത്? എങ്ങനെയാണ് അതിരുവിട്ട കാമാസക്തികളെ ജയിക്കുന്നത്? എങ്ങനെയാണ് വൈരാഗ്യത്തെ ജയിക്കുന്നത്? എങ്ങനെയാണ് പ്രതികാരവാസനയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യന് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനുമുള്ളതായ പരിഹാരം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അധിപതിയായി തീരുന്നതായ ഒരവസ്ഥ, ക്രിസ്തു എന്നെ ഭരിക്കുന്ന ഒരവസ്ഥ, ഞാൻ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ, ഞാൻ ക്രിസ്തുവിന് ഒരു അടിമയെപ്പോലെ ജീവിക്കുന്ന ഒരവസ്ഥ, എനിക്ക് മറ്റൊന്നും ലക്ഷ്യമില്ലാതെ ഇനി യേശു യേശു യേശു, ഇനി യേശുവിൻ്റെ വഴി യേശുവിൻ്റെ വഴി, ഇനി യേശുവിൻ്റെ ഇഷ്ടം യേശുവിൻ്റെ ഇഷ്ടം, ആ ഒരൊറ്റ ഇഷ്ടത്തോടുകൂടെ ജീവിക്കുന്ന ആ ഒരൊറ്റ കാര്യം മാത്രമേ ക്രിസ്തീയ ജീവിതമുള്ളൂ. ആ ക്രിസ്തീയ ജീവിതമാണ് സമാധാനം തരുന്ന ജീവിതം. സമാധാനത്തിൻ്റെ വഴി അത് മാത്രമേ ഉള്ളൂ. ക്രിസ്തു നിങ്ങൾ ഭരിക്കാൻ അനുവദിക്കുക, ക്രിസ്തു നിങ്ങളുടെ നാഥനാകാൻ അനുവദിക്കുക, ആ ജയവീരനായ യേശു എൻ്റെ അകത്ത് വസിക്കുക. ഇത് മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളതായ വഴിയുള്ളൂ എന്ന് ഉറപ്പായി നാം വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്നെ തൊട്ടതായൊരു വാക്യമാണ്, എൻ്റെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ഒരു വാക്യമാണ്. ആ വാക്യം നിങ്ങൾക്കും എളുപ്പത്തിൽ അറിയാവുന്നതായൊരു വാക്യമായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, 3 വാക്കുകളേ ഉള്ളൂ. സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. സക്കായി ആ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയല്ല, ആ സമൂഹം അംഗീകരിക്കുന്ന വ്യക്തിയല്ല, ആ സമൂഹം വില കുറച്ച് കാണുന്നവനാണ്, ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവൻ വില കുറഞ്ഞവനാണ്. ദൈവമക്കളെ, നമുക്കെല്ലാം അറിയാം, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ ചില വില കുറച്ചിലുകളൊക്കെ സംഭവിച്ചു കാണും. ഏതെങ്കിലും സംഭവത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും തിന്മയുടെ പേരിൽ, ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പാളിച്ചകളുടെ പേരിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ചില പേര് വീണ് കാണും, വില കുറച്ചിൽ വന്നു കാണും. സമൂഹം ഒരിക്കലും അത് മറക്കുകയില്ല. സമൂഹം ആ വില കുറച്ചിലിനെ വലുതായി തന്നെ കാണും. ആ വില കുറച്ചിലിനെ സമൂഹം മറക്കുകയില്ല. എന്നാൽ ആ വില കുറഞ്ഞവനെയും ആ മറ്റുള്ളവർ അംഗീകരിക്കാത്തവനെയും സമൂഹത്തിൽ വില കുറഞ്ഞവനെയും വിളിക്കുന്നവനായ ഒരു യേശുവുണ്ട്. അവനെ വിളിക്കുന്നതായ ഒരു യേശുവുണ്ട്. ആ യേശുവാണ് അവിടെ വിളിക്കുന്നത്. അത് രാജകൊട്ടാരത്തിൽ നിന്നുള്ള വിളിയായിരുന്നില്ല, മഹാപുരോഹിതൻ്റെ വിളിയായിരുന്നില്ല, ഏതെങ്കിലും ഉന്നത കുലത്തിൽ നിന്നുള്ളതായ വിളിയായിരുന്നില്ല.
അത് പാപിയുടെ സ്നേഹിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളിയായിരുന്നു, സഖായിയേ എന്നുള്ളതായ വിളി. സഹോദര, നിനക്ക് ചില ദുഷ്പേരുകൾ വന്നു കാണും. കഴിഞ്ഞ കാലങ്ങളിൽ ചില ചീത്തപ്പേര് നിനക്ക് വന്നു കാണും. ചില സ്വഭാവ ദൂഷ്യങ്ങൾ നിനക്ക് വന്നു കാണും. ചില അധർമ്മങ്ങൾ നിന്റെ ഭാഗത്തു നിന്ന് വന്നു കാണും. അതിൻ്റെ എല്ലാം പേരിൽ നിന്നെ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും എല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നതായ ഒരു വിളിയുണ്ട്. അതാണ് ആ വിളിയുടെ പിന്നിൽ സഖായിയേ എന്നുള്ളതായ വിളി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വിളി കേട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ജന്മനാ ക്രിസ്ത്യാനിയായിരുന്നു. ജനിച്ചത് ക്രൈസ്തവനായിട്ട് തന്നെയാണ്. ശിശു സ്നാനമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ തുടങ്ങിയത് 35-ാമത്തെ വയസ്സിലാണ്. ക്രിസ്ത്യാനിയായി ജനിച്ചുവെങ്കിലും ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ തുടങ്ങിയത് 35-ാമത്തെ വയസ്സിലാണ്. അതിങ്ങനെ ഒരു വിളി കേട്ടത് കൊണ്ടാണ്. ഒരു സുവിശേഷ പ്രസംഗത്തിനിടയിൽ ഞാനിങ്ങനെ ഒരു വിളി കേട്ടു, സഖായിയെ വേഗം ഇറങ്ങി വാ എന്നുള്ളതായ ആ വിളി. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യമേ വിളിയിലുള്ളൂ: വേഗം ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ. അധികം വാക്കുകളൊന്നും കർത്താവ് പറഞ്ഞില്ല. വേഗം ഇറങ്ങി വാ. നിങ്ങളോടെല്ലാവരോടും എന്നോടും കൂടെ എനിക്കിന്ന് രാത്രി ഓർപ്പിക്കാനുള്ളതാണോ? വേഗം ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ 35-ാമത്തെ വയസ്സിൽ ആ വാക്ക് എനിക്ക് തേൻ പോലെ മധുരമായി അനുഭവപ്പെട്ടു. വേഗം ഇറങ്ങി വാ എന്നുള്ളതായ വാക്ക് എനിക്ക് തേൻ പോലെ മധുരമായി അനുഭവപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം, സന്ധിമഞ്ചകളെ തുളയ്ക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം നാം വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രത്യേകത, അതെങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കിടക്കുമെന്നുള്ളത് അവിടെ പറഞ്ഞു കഴിപ്പിക്കുന്നുണ്ട്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് കേൾക്കുക. എബ്രായലേഖനം 4-ാം അധ്യായം 12-13 വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ അസ്ഥികളെ തുളച്ചു ചെല്ലുവാൻ തക്കവണ്ണം ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഈ വാക്യമാണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. അവനെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം മുഴുവൻ എൻ്റെ യേശുവിനറിയാം. എൻ്റെ ജീവിതം എന്താണെന്ന് എൻ്റെ യേശുവിനറിയാം. എനിക്ക് ഓർമ്മയുള്ള കാലം മുതലുള്ളതാ ജീവിതം യേശുവിനറിയാം. ഞാൻ ചെയ്തതെല്ലാം യേശുവിനറിയാം. ഞാൻ പറഞ്ഞതെല്ലാം യേശുവിനറിയാം. ഞാൻ കാട്ടിക്കൂട്ടിയതെല്ലാം യേശുവിനറിയാം. എൻ്റെ ഹൃദയ നിരൂപണങ്ങൾ യേശുവിനറിയാം. അവന് മറന്നിരിക്കുന്നത് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവമക്കളെ, എനിക്ക് പരിഭ്രമമല്ല അന്ന് ഉണ്ടായത്. എല്ലാം യേശു അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ കൃപയാൽ ആ വചനം കേട്ടപ്പോൾ അന്ന് എനിക്ക് പരിഭ്രമമല്ല ഉണ്ടായത്, മറിച്ച് എനിക്ക് സന്തോഷമാണ് ഉണ്ടായത്. ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇനി മുതൽ യേശു അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന്. ഇനി മുതൽ യേശു അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. യേശു ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ അളന്നു കുറിച്ച് എഴുതിയതായ ഒരു തീരുമാനമാണത്. യേശു ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് വേണ്ട. യേശു ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നു കിട്ടണ്ട. യേശു ഇഷ്ടപ്പെടാത്തതായ ഒരഭിപ്രായമോ ഒരാലോചനയോ ഒരു നിരൂപണമോ ഒരു ഇംഗിതമോ ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് എന്നെ ക്രൈസ്തവനാക്കി മാറ്റിയത്, എന്നെ ഒരു ശാന്തനാക്കി മാറ്റിയത്, എൻ്റെ മദ്യപാനം മാറ്റിയത്, എൻ്റെ ജീവിതത്തിലെ വേണ്ടാധീനം മാറ്റിയത്, എൻ്റെ അനേകം പാപങ്ങൾ നിന്നെ കോരിയെടുത്തത്. ആ ഒരു തീരുമാനമാണ്. അവനെല്ലാം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇനി യേശു അറിയാത്തതായ ഒന്നും എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ തികഞ്ഞവനാകുന്നില്ല. പക്ഷെ യേശു അറിയാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. സഖായിയോട് യേശു പറഞ്ഞതാണ്, വേഗം ഇറങ്ങി വാ.
സഖായി എന്ന് പറഞ്ഞ മനുഷ്യൻ സമൂഹത്തിൽ വിലയില്ലാത്തവനായിരുന്നു, കുലമഹിമയില്ലാത്തവനായിരുന്നു, ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നവനായിരുന്നില്ല. പക്ഷേ അവനൊരു പ്രത്യേകത ഗുണമുണ്ടായിരുന്നു. വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ളതായ ഒരു കഴിവ് അവൻ കാണിച്ചു. വേഗം ഇറങ്ങി വാ എന്ന് യേശു കൽപ്പിച്ചപ്പോൾ അത് അക്ഷരം പ്രതി അനുസരിക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. അവൻ വേഗം ഇറങ്ങി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രയാസമേറിയ തീരുമാനമാണ്. ജീവനുള്ള ദൈവം വിളിക്കുമ്പോൾ, കൽപ്പിക്കുമ്പോൾ അത് വേഗത്തിൽ അനുസരിക്കുക. നിങ്ങൾ വേഗത്തിൽ അനുസരിക്കുന്നവരാണോ? ദൈവം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ, വേദപുസ്തകത്തിലെ ഒരു സത്യം മനസ്സിലാക്കിയാൽ, സുവിശേഷ പന്തലിൽ നിന്ന് സത്യവചനം കേട്ടാൽ അത് വേഗം അംഗീകരിക്കുന്നവരാണോ? അതോ ഇനി ഒരു പ്രാവശ്യം കൂടെ കേട്ടിട്ടാകട്ടെ എന്ന് വയ്ക്കുന്നതാണോ? അതോ നിങ്ങൾ വേഗം അനുസരിക്കുന്നവനാണോ? ദൈവമക്കളെ, വേഗം അനുസരിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല, പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ സഖായി വേഗം അനുസരിച്ചു. രണ്ടാമത്, സഖായിക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. മനുഷ്യരുടെ മുഖത്ത് നോക്കാത്തവനായിരുന്നു സഖായി. സഖായി മനുഷ്യർ പറഞ്ഞ അഭിപ്രായം കേട്ട് ഇളകുന്നവനായിരുന്നില്ല. മനുഷ്യർ അവനെക്കുറിച്ചോ അവൻ്റെ കുലത്തെക്കുറിച്ചോ പറയുന്നത് ഒന്നും കേട്ട് അവൻ ഇളകുന്നവനായിരുന്നില്ല സഖായി. സഖായി മുഴുവനുമായിട്ട് അവൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയില്ല. എൻ്റെ സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായ ഒന്നാമത്തെ ഒരു ഗുണവിശേഷം എന്താണെന്ന് ഞാൻ പറയാം. മനുഷ്യരുടെ മുഖത്ത് നോക്കരുത്. മനുഷ്യരുടെ മുഖത്ത് നോക്കി നിങ്ങൾ വാടരുത്. മനുഷ്യരുടെ മുഖം നോക്കി നിങ്ങൾ ഇളകരുത്. മനുഷ്യർ നിങ്ങളെ ചൊല്ലി പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ ഇടറരുത്. മനുഷ്യരുടെ മുഖത്തല്ല നോക്കിയത്. സഖായി യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് മാത്രമേ നോക്കിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതും നിങ്ങൾ ആശ്രയിക്കേണ്ടതും കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ഒരുവനിലത്രേ. മൂന്നാമത്, സഖായിക്ക് ഒരു ഗുണം കൂടെ ഉണ്ടായിരുന്നു. എന്താണ് ആ ഗുണം? സഖായി വേഗം ഇറങ്ങി വന്നു. എന്താണ് ഈ വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ? ഞാൻ മനസ്സിലാക്കിയത്രോളം വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് അത് ഞാൻ വേഗം വിടാൻ തയ്യാറായി. എൻ്റെ ശരികൾ ഞാൻ വേഗം വിടാൻ തയ്യാറായി. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ വേഗം വിടാൻ തയ്യാറായി. എനിക്ക് ശരിയെന്ന് തോന്നിയതായ പല ആശയങ്ങളും പല താല്പര്യങ്ങളും പല നിരൂപണങ്ങളും പ്രിയപ്പെട്ടവരെ വേഗത്തിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായി. എനിക്ക് ശരിയെന്ന് തോന്നിയതെല്ലാം ഞാൻ വേഗത്തിൽ വിട്ടുകളഞ്ഞു. കാരണം കർത്താവ് എന്നെ വിളിച്ചു താഴോട്ട് ഇറങ്ങി വരിക എന്ന്. നിങ്ങളുടെ ശരികളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ വേഗം എറിഞ്ഞു കളയുക. നിങ്ങൾ വന്നത് നിങ്ങളുടേതായ നൊമ്പരങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾ വന്നത് നിങ്ങളുടേതായ അനേക ചുമടുകൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഇന്നിവിടെ ഒരാളുണ്ട്, ഇന്നിവിടെ ഒരുവനുണ്ട്. രാജകൊട്ടാരത്തിൽ നിന്നല്ല വിളി വന്നത്, പരമനയിൽ നിന്നല്ല വിളി വന്നത്. രാജാതി രാജാവാണ് വിളിച്ചത്. സഖായിയെ, നീ വേഗം ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ മകനെന്ന് അവന് പേര് കിട്ടി. പ്രിയ ദൈവവേദലേ, ഇന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ദിവസമാണ്. അബ്രഹാമിൻ്റെ മകനായി നീ മാറുന്ന ദിവസമാണ്. എന്താണ് അബ്രഹാമിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ? അബ്രഹാമും ദൈവവുമായി ഒരു ഉടമ്പടി ബന്ധമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നാൽ, ഇന്ന് നിങ്ങൾ യേശുവിനോട് വാക്ക് പറഞ്ഞാൽ, നിങ്ങളും യേശുവും തമ്മിൽ ഒരു യഥാർത്ഥമായ ഒരു ഉടമ്പടി ബന്ധമുണ്ടാകും. യഥാർത്ഥമായ ഒരു ഉടമ്പടി ബന്ധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ ബന്ധമാണ് നമുക്ക് ആവശ്യം. ഒരു ഉടമ്പടി. നിങ്ങൾക്കൊരു കുഞ്ഞില്ലായിരിക്കാം, വിവാഹം നടന്നില്ലായിരിക്കാം, നിങ്ങൾ പരീക്ഷയിൽ ജയിച്ചില്ലായിരിക്കാം, നിങ്ങൾ നാനാ രീതിയിൽ കടബാധ്യതയിൽ വിഷമിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ താഴോട്ടിറങ്ങി വന്നാൽ നിങ്ങളെ പിടിക്കുന്ന ഒരു നല്ല കരമുണ്ട്. നിങ്ങൾ താഴോട്ടിറങ്ങി വന്നാൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ തീരുമാനം കർത്താവിനോട് പറഞ്ഞു. എനിക്ക് സൗമ്യനാകണം, എനിക്ക് സൗമ്യനാകണം, എനിക്ക് ശാന്തനാകണം. എൻ്റെ മുമ്പിൽ ഒരു മരണം കിടക്കുന്നു, ഒരു മരണക്കിടക്ക് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ,
അവിടെ എനിക്ക് വേറെ എൻ്റെ വീരശൂര പരാക്രമങ്ങളൊന്നും കാണിക്കാനില്ല. അവിടെ എനിക്ക് സൗമ്യനാകണം, അവിടെ എനിക്ക് സൗമ്യനാകണം. അതുമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൗമ്യരാകുക, ശാന്തരാകുക, സ്നേഹമുള്ളവരാകുക, സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹത്താൽ ജീവിക്കുക, സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.